ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ സ്കൂളിൽ ഒരു കുട്ടിയുടെ മരണമാണ്. അത് അസുഖം കൊണ്ടൊന്നുമല്ല, ആത്മഹത്യ എന്നതാണ് ഏറ്റവും സങ്കടകരം. ഇപ്പം നമ്മൾ പലപ്പോഴായിട്ട് കേട്ടുവരുന്നതാണ് കുട്ടികളിലെ ആത്മഹത്യ പ്രേരണത. അതെന്താ, വൈകി വന്നതിന് അമ്മ ചീത്ത പറഞ്ഞതിന്, അതേപോലെ തന്നെ മൊബൈലിൽ കളിച്ചതിന് അമ്മ ചീത്ത അറിഞ്ഞതിന്, പഠിക്കാത്തതിന് അമ്മ ചീത്ത അറിയുന്നതിന്, ഇതിനൊക്കെയാണ് കുട്ടികളിലെ ആത്മഹത്യ പ്രേരണ കാണുന്നത്. നമ്മളെ വളർത്തി വലുതാക്കിയവർക്കല്ലേ നമ്മളെന്താ ശിക്ഷിക്കാനുള്ള അധികാരമുള്ളൂ. നമ്മളെ രക്ഷിതാക്കൾക്ക് നമ്മൾ ചീത്ത അറിയാനുള്ള അധികാരമില്ലേ കൂട്ടുകാരെ? എന്താണ് ഇതിൻ്റെ ഒക്കെ അർത്ഥം? ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനത്തെ ഒക്കെ ചെയ്യാൻ പോയാൽ നമ്മൾ വലിയ കാര്യങ്ങൾ എങ്ങനെ നേരിടും? ശരിക്കും നമ്മൾ ജീവിതത്തോട് തോറ്റുപോകും. കൂട്ടുകാരെ, നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ കടത്തിണ്ണയിലും അതേപോലെ അനാഥാലയത്തിലും പിച്ചയ്ക്കിരിക്കുന്ന കുട്ടികളൊക്കെ? അതുപോലെ ഒന്നും നമ്മളെ അമ്മമാർ നമ്മളോട് ചെയ്തിട്ടില്ലല്ലോ. നമ്മളെ ഏറ്റവും ഭാഗ്യം ചെയ്യുന്ന കുട്ടികളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ അമ്മ എനിക്കൊരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട്, നൂല് പൊട്ടിയ പട്ടത്തിൻ്റെ കഥ. പട്ടവും അതിനെ നൂല് കൊണ്ട് നിയന്ത്രിക്കുന്ന ഒരാളും ഉണ്ട്. ഒരിക്കൽ ഈ പട്ടത്തിന് തോന്നി എനിക്ക് സ്വതന്ത്രമായിട്ടൊന്ന് പറക്കണം എന്ന്. അപ്പോൾ പട്ടം ഒരു കിളിയോട് ആവശ്യപ്പെടുകയാണ്, എന്നെ ഈ നൂലിൽ നിന്ന് മോചിപ്പിക്കണം നീ എന്ന്. അപ്പോൾ കിളി ഉപദേശം കൊടുക്കുകയാണ്, ഈ നൂലിൽ നിന്ന് മോചിപ്പിച്ച നിനക്കെന്തായാലും അപകടം പറ്റുമെന്ന്. പട്ടം അതൊന്നും കേൾക്കുന്നില്ല. അവസാനം കിളി പട്ടത്തിൻ്റെ അപേക്ഷ സഹിക്കാൻ വയ്യാതെ നൂല് പൊട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പട്ടം കാറ്റിൽ പറന്ന് പറന്ന് ദൂരേക്ക് പോയി, ഓരോ മരച്ചില്ലകളിലിടിച്ച് അങ്ങനെ കീറിപ്പറഞ്ഞ് നിലത്ത് വീണു. ഇതുപോലെ ആവും കൂട്ടുകാരെ നമ്മളുടെ അവസ്ഥയും. നമ്മുടെ രക്ഷിതാക്കളെ നമ്മളെ ഒരു സ്നേഹച്ചരടി പുറത്ത് കൊണ്ട് കിടക്കണത്. ഇത് സ്നേഹത്തിൻ്റെ ചരടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ ഈ പട്ടത്തെ പോലെ ആവും നമ്മളും. ഇതൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യണം തോന്നിയാൽ ചെയ്തോളി. നിങ്ങൾക്ക് പോയി, അല്ലാതെ വേറെ ആർക്കും പോവില്ല. രക്ഷിതാക്കൾ 2 ദിവസം കരയും, അത് കഴിഞ്ഞാൽ കഴിഞ്ഞ്. ഈ ലോകത്തിൽ ഇനിയും എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്ക് ആസ്വദിക്കാണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടും, അത് മനസ്സിലാക്കൂ കൂട്ടുകാരെ.